സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞുവെന്ന ഷമാ മുഹമ്മദിന്റെ വിമർശനത്തെ അനുകൂലിച്ച് ഡോക്ടർ ശശി തരൂർ എം പി. വനിതകൾക്ക് 10% സീറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചവർ എല്ലാ ഘടകങ്ങളും കണക്കിലെടുക്കണമെന്നും ശശി തരൂർ എം പി പ്രതികരിച്ചു. I do agree that when women are half the population, that they get only 9.8% of the seats is not fair. But again, those who made these decisions, and I'm not one of them, not part of the selection process for candidates, but all I can say is that those who've done that must have taken all factors into account, and they claim that ultimately they were guided by winnability, and that's the principal thing. വിനിത വിജയാണ് ചേർന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഷമാ മുഹമ്മദ് നേരത്തെയും ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ സീറ്റ് ലഭിക്കാത്തതിൽ തന്നെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ ഇത് പറയുമ്പോൾ അത് ഒരു കണക്കിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കളെയൊക്കെ ഒന്ന് അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹം ഇത് പറയുമ്പോൾ അത് അനവസരത്തിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം അത് നേതാക്കൾ അതിനോട് എന്താണ് പ്രതികരിക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു വിഷയമാണ് അല്ലേ? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഷമാ മുഹമ്മദ് നമ്മളോടക്കം പ്രതികരിച്ചപ്പോൾ അവർക്ക് മത്സരിക്കാനുള്ള താല്പര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഷമ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഷമാ മുഹമ്മദിൻ്റെതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ വിമർശനമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. പറയുന്നത് ഈ കഴിവുള്ള സ്ത്രീകളെ, അത്തരത്തിലേക്കുള്ള സ്ത്രീകളെ ഒന്നും എവിടെയും പരിഗണിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. 9 വനിതകൾ മാത്രമാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനങ്ങളായിരുന്നു ഷമാ മുഹമ്മദ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഷമയുടെ ആ ഒരു പ്രതികരണത്തെ, അതായത് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന ഷമയുടെ ആ ഒരു പരാമർശത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ എം പിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം ചില മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വനിതാ പ്രാതിനിധ്യത്തെ താൻ വളരെയധികം അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വനിതാ പ്രാതിനിധ്യ ബില്ലിന്റെ വക്താക്കളിൽ ഒരാളായിരുന്നു താനെന്നും ശശി തരൂർ ആ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളുണ്ട്, പക്ഷെ അവർക്ക് 9.8% സീറ്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും ആണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ഥാനാർത്ഥിത്വത്തെ നിർണ്ണയിക്കുന്ന ആളുകൾ, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ആളുകൾ ഇങ്ങനെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് വേണം ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടപ്പാക്കേണ്ടതെന്നും ശശി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നും ഉള്ള ഷമയുടെ ആ ഒരു പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂരിന്റെ കൂടി പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹവും ഈ വനിതാ പ്രാതിനിധ്യത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.